എൻ്റെ പേര് അതുകൃഷ്ണ. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നു. ഇപ്പോൾ NIT കാലിക്കറ്റിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്ന സമയമൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. സീറ്റ് കിട്ടുമോ കിട്ടില്ലേ എന്താ അറിയാത്തൊരവസ്ഥയിലായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ സീറ്റ് കിട്ടിയിട്ടുണ്ട്, NITയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ. അപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഞാൻ ഇത് ആദ്യം തന്നെ പോയി പറഞ്ഞത് അമ്മയോടാണ്. അച്ഛൻ ആ ടൈമിൽ അബ്രോഡായിരുന്നു. അപ്പോൾ അമ്മയോടാണ് പോയി പറഞ്ഞത്. അമ്മയ്ക്കും വല്ലാത്ത സന്തോഷമായി. അപ്പോൾ നിങ്ങളിപ്പോൾ വളരെ ടെൻഷനാണെന്ന് എനിക്കറിയാം. കാരണം ഞാനും ഇതേ സിറ്റുവേഷനിലൂടെ തന്നെ കടന്നു പോയതാണല്ലോ. ഈ JEE കിട്ടുമോ കിട്ടില്ലേ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. വേറൊരു ചിന്ത അങ്ങനെ കാര്യമൊക്കെ ഉണ്ടാവും. പഠിക്കുക എന്നുള്ള ആ ചിന്ത മാത്രം മതി ഇപ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ മാത്സും ഫിസിക്സും ഒക്കെ നിങ്ങൾ തിയറി വല്ലാണ്ട് പഠിക്കേണ്ട. ജസ്റ്റ് ഒന്ന് നോക്കി തിയറി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സൈലത്തിന് തന്നെ ഇഷ്ടംപോലെ PVQs ഉണ്ടാവും. അത് മൊത്തം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ തിയറി പഠിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ കെമിസ്ട്രി ആണെങ്കിൽ ബൈഹാർട്ട് പഠിക്കേണ്ടതൊക്കെ ഇരുന്ന് ബൈഹാർട്ട് പഠിക്കുക തന്നെ. വേറെ ഒന്നും ഡിസ്ട്രാക്ഷനിലൊന്നും പെടാതെ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ എൻ്റെ ലാസ്റ്റ് 2 months സ്റ്റഡി പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിസിക്സും കെമിസ്ട്രിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. മാത്സും ഫിസിക്സും ഒക്കെ തിയറി കുറച്ച് പഠിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിരുന്നു സമയം കണ്ടെത്തിയത്. പറ്റണത്ര PVQs സോൾവ് ആക്കി. മാത്സും ഫിസിക്സും കിട്ടുന്നിടത്തുനിന്നൊക്കെ PVQs ശേഖരിച്ചിട്ട് അതൊക്കെ സോൾവ് ചെയ്യാൻ നോക്കി. പിന്നെ സൈലം തന്നെ ഇഷ്ടംപോലെ PVQs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ പുറത്തുനിന്ന് വേറെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ കെമിസ്ട്രീൻ്റെ കാര്യം വരികയാണെങ്കിൽ തന്നെ ഇതിൽ ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക്, ഇനോർഗാനിക് വരുന്നുണ്ട്. ഫിസിക്കൽ കെമിസ്ട്രി ഈ മാത്സും ഫിസിക്സും പോലെ തന്നെ കാൽക്കുലേഷനാണ്. അപ്പോൾ അതും PVQs പറ്റുന്നത്ര ചെയ്യാം. പിന്നെ ഇനോർഗാനിക് കേസ് വരുമ്പോൾ NCERT ടെക്സ്റ്റ് ഇരുന്ന് വായിക്കുക. അത് ബൈഹാർട്ട് ഇരുന്ന് പഠിച്ചു. പിന്നെ ഓർഗാനിക്കിൻ്റെ കേസ് വരുമ്പോൾ സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ്, അല്ലാതെ പുറത്തുനിന്ന് വേറൊരു ബുക്കും പ്രിഫർ ചെയ്തിട്ടില്ല. സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതിന് തന്നെ എല്ലാം ഉണ്ടായിരുന്നു ഓർഗാനിക്. ഈ GIB എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അത് ഈ പ്രിപ്പറേഷൻ്റെ ഒക്കെ ലാസ്റ്റ് ടൈമിലാണ് GIB എക്സാം വന്നത്. അപ്പോൾ JEE എഴുതുമ്പോൾ വരുത്താവുന്ന ഫാൾട്ടുകളൊക്കെ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ GIE എഴുതിയപ്പോൾ എൻ്റെ സ്ട്രാറ്റജി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യന് ആൻസർ കണ്ടുപിടിച്ച് പോകുമായിരുന്നു. എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ കോൺഫിഡൻസും ബൂസ്റ്റ് ചെയ്യാൻ നന്നായി സഹായിച്ചിട്ടുണ്ട്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതും മറ്റേ ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ ഫ്രണ്ട്സിന് NITക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവരൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് ലൈഫൊക്കെ അടിച്ച് പൊളിക്കാമെന്ന് കരുതി പോയതായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയത്. ഇവർ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പല ലാംഗ്വേജ് സംസാരിക്കുന്ന പല കൾച്ചറിൽപ്പെട്ട ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റിയതും അവരുടെ കൾച്ചർ മനസ്സിലാക്കാൻ പറ്റിയതും. അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നതും ഇതുപോലെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ നന്നായി പഠിച്ചിട്ട് NITകളിലേക്കും IITകളിലും അഡ്മിഷൻ നേടാൻ നോക്കുക. ടെൻഷനൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ടാ. പഠനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ടെൻഷൻ. നല്ലോണം പഠിക്കുക. ആൾ ദ ബെസ്റ്റ്.